നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കോർപ്പറേഷൻ കൌൺസിലർ സത്യഭാമ മേയർ ചേംബറിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ആത്മഹത്യാ ശ്രമമെന്ന് മേയർ. കൌൺസിലർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മേയർ ഭവനിലേക്ക് മാർച്ച് നടത്തി. CPIMന്റെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ടാഗോർ ഹാളിൽ നടന്നു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ മേയർ ചേംബറിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. UDF കൌൺസിലർ സത്യഭാമയാണ് ആത്മഹത്യാശ്രമം നടത്തിയത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ആത്മഹത്യാശ്രമമെന്ന് മേയർ. വ്യാഴാഴ്ച ഉച്ചയോടെ കോർപ്പറേഷൻ ഓഫീസിൽ മേയറുടെ ചേംബറിലാണ് സംഭവം. UDF കൌൺസിലറായ CS സത്യഭാമ ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തന്റെ വാർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സത്യഭാമ മേയർ ചേംബറിലെത്തുകയും മേയറുടെ ഭാഗത്തുനിന്ന് വിഷയത്തിൽ കൃത്യമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ പറഞ്ഞു. മേയറുടെ മുന്നിൽ പോയി മേയറോട് പറഞ്ഞു, എന്റെ വാർഡിലെ പ്രശ്നങ്ങൾ ഒരുപാട് കാലമായി പറയുന്നു, അത് ചെയ്തു തരാത്തത് കൊണ്ട് എനിക്ക് വാർഡിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ശേഷം അവർ മേയറുടെ അടുത്ത് നിന്നും കാര്യമായി മറുപടി കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ വെയിൻ അറുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത രീതിയിലാണ് മേയറുടെ പെരുമാറ്റമെന്ന് K മുഹമ്മദ് അലിയും ആരോപിച്ചു. കഴിഞ്ഞ കൌൺസിലിൽ പോലും വളരെ വൈകാരികമായി തന്നെയാണ് സത്യഭാമ പ്രതികരിച്ചത്. കാരണം അവിടെ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA അടക്കം ഇതിൽ ഉത്തരവാദിത്വം. ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം കോഴിക്കോട് കോർപ്പറേഷൻ മേയർക്കാണ്. ഒട്ടും പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത മേയർ പലപ്പോഴും സത്യഭാമയെ മാനസികമായി പീഡിപ്പിക്കുന്ന വിധത്തിലാണ് കൌൺസിലിനകത്ത് അവരെ പരിഹസിക്കുന്ന വിധത്തിൽ. എന്നാൽ യാതൊരു കാരണവുമില്ലാതെ സത്യഭാമ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നും തന്നോട് ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ലെന്നും മേയർ പറഞ്ഞു. എനിക്കത് എന്താണ്, ഞാൻ ഊണ് കഴിച്ചിട്ട് വരുമ്പോൾ ലിഫ്റ്റിൽ കയറി എൻ്റെ ഫ്ലോറിലേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്നാണ് എന്നെ തടഞ്ഞിട്ട് എൻ്റെ മോളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ചേംബറിലൊന്നും വന്നിട്ടില്ല. ഈ വാതിലൂട്ടിയാണ് ഞാൻ കടന്നു വരാറ് സാധാരണ രീതിയിൽ. അപ്പം ഈ ലിഫ്റ്റിൽ നിന്ന് ഞാൻ ഇറങ്ങി എൻ്റെ ഈ വാതിലിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നെ തടഞ്ഞിട്ടു. അവരെ കയ്യിലൊരു ഫയലുണ്ട്. ഉടനെ എൻ്റെ വാർഡിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഉടനെ ചെയ്തതെന്ന് വെച്ചാൽ ബ്ലേഡ് എടുത്തിട്ട് കൈ മുറിച്ചു. അപ്പോൾ അവർ മെന്റലി പ്രിപ്പയർഡാണ്, ബ്ലേഡ് കയ്യിലുണ്ട്. കൌൺസിലർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മേയർ ഭവനിലേക്ക് മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ സത്യഭാമ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മേയർ ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. DCC ഓഫീസ് പരിസരത്ത് ആരംഭിച്ച മാർച്ച് മേയർ ഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ മേയർ ഭവനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തന്റെ ഡിവിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മാസങ്ങളായി ഈ കൌൺസിലിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിന് രമ്യമായി പരിഹാരമുണ്ടാക്കുന്നതിന് പകരം തീർത്തും അവഗണിച്ചുകൊണ്ട് യാതൊരു കാരണവശാലും കൌൺസിലർ ഉന്നയിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കില്ല എന്ന പിടിവാശി മാസങ്ങളായി ആ പിടിവാശിയിൽ മുന്നോട്ട് പോകുന്ന കോഴിക്കോട് കോർപ്പറേഷൻ മേയറുടെയുള്ള പ്രതിഷേധം ഇത് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം, ആത്മഹത്യക്കുള്ള ശ്രമം നടത്തേണ്ട സാഹചര്യം ശ്രീ സത്യഭാമക്കുണ്ടായി എന്ന് പറയുന്നത് വളരെയധികം ഖേദകരമാണ്. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് PP നൌഷീർ അധ്യക്ഷത വഹിച്ചു. M ധനീഷ് ലാൽ, സമീജ് പാറോപ്പടി, ഷാജി മുണ്ടക്കൽ, പ്രസാദ് അമ്പലക്കോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. CPIMന്റെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ടാഗോർ ഹാളിൽ നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ജനതയുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഇന്നത്തെ ഭരണത്തിന് കഴിയും എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ ഭരണക്കാർ ചെയ്ത അതേ തെറ്റ്
കൂടുതൽ വാശിയോടെ ചെയ്ത ഒരു കൂട്ടർ ഈ രാജ്യത്തുണ്ട്. അതാണ് കോൺഗ്രസ്. അവരിനിയെങ്കിലും പാഠം പഠിക്കാൻ തയ്യാറുണ്ടോ? പഴയ നിലപാട് മഹാത്മാഗാന്ധിജി എടുത്ത, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എടുത്ത, ഇന്ദിരാഗാന്ധി എടുത്ത പഴയ കോൺഗ്രസിന്റെ നിലപാട്, അത് തിരുത്തിയത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴെങ്കിലും അംഗീകരിക്കാൻ അവർ തയ്യാറുണ്ടോ? ഈ ഘട്ടത്തിൽ അതും ഒരു ചോദ്യമാണ്. വിലക്കയറ്റത്തിന് കാരണം സർക്കാരിന്റെ നയങ്ങളാണെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അജയൻ കെ മേനോൻ. NGO പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ശമ്പള കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുക, ശമ്പള പരിഷ്കരണം ഉടൻ അനുഭവവേദ്യമാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. എരഞ്ഞിപ്പാലത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് കലക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അജയൻ കെ മേനോൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ സിവിൽ സർവീസ് സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് ആത്മാഭിമാനമുള്ള ജീവനക്കാർ ഈ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ മുന്നിലും എത്തിച്ചേർന്നിരിക്കുന്നത്. ആണ്ടുചാത്തമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രക്ഷോഭത്തെ ആക്ഷേപിച്ച ആളുകൾ കണ്ണു നിറഞ്ഞുകൊണ്ട് ഈ ജനസാഗരത്തെ കാണണം. ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ആർക്ക് വേണ്ടിയാണ് തിരിച്ചറിയുവാനുള്ള കഴിവും ചങ്കൂറ്റവും ഈ സിവിൽ സർവീസിനുണ്ടെന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മഹാകാര്യമൊന്നും ചോദിച്ചിട്ടില്ല. ഈ പ്രക്ഷോഭത്തിന് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഈ ജീവനക്കാർ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പൊതുസമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവമായ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്നത്. സർക്കാരിന്റെ നയങ്ങളാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി K രാജചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് TA മൊയ്തീൻ, M മുരളീധരൻ, P സത്യൻ, PV ശാന്ത തുടങ്ങിയവർ സംബന്ധിച്ചു. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്നാവശ്യപ്പെട്ട ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് C അശ്വിനിദേവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് സ്കൂൾ കോളേജ് നിയമനങ്ങളിൽ SC/ST സംവരണം ഉറപ്പാക്കുക, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ PSCക്ക് വിടുക, സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തിയത്. കോഴിക്കോട് DDE ഓഫീസിലേക്ക് നടന്ന മാർച്ച് C അശ്വിൻദേവ് ഉദ്ഘാടനം ചെയ്തു. PJ വിനീഷ്, ചിഞ്ചു, ബിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഏത് മാനേജ്മെന്റ് ആയാലും ആ മാനേജ്മെന്റുകൾ അവിടെ അധ്യാപക നിയമനം നടത്തുന്ന സമയത്ത് അവിടെ സംവരണ തത്വം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. ഏറ്റവും കൂടുതൽ കോഴ കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളെ മാത്രം, അതിന് സന്നദ്ധയുള്ള ആളുകളെ മാത്രം അധ്യാപകരായി നിയമിക്കുക എന്ന് പറയുന്ന കേവലം ലാഭത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനമാണ് നിലവിൽ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലെയും എയ്ഡഡ് കോളേജുകളിലെയും മാനേജ്മെന്റുകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥ. ഇവിടെ പിന്നോക്ക വിഭാഗത്തിന്റെ മിസ്സിംഗായിട്ട് സ്വയം വിശേഷിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ SN ട്രസ്റ്റ് നടത്തുന്ന കോളേജുകളിൽ പോലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ അധ്യാപകരായി നിയമനം കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ആകെയുള്ള അധ്യാപക സമൂഹത്തിന്റെ ചിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, അതിന്റെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേവലം 2% ആളുകൾ മാത്രമാണ് സ്വകാര്യ സ്കൂളുകളിൽ, അതായത് എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി T സിദ്ദിഖ് സംഗമം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലാണ് പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചത്. കോഴിക്കോട് മാനാഞ്ചിറ ലൈബ്രറി പരിസരത്ത് നടന്ന സംഗമം KPCC ജനറൽ സെക്രട്ടറി T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഗാസയിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട്, അതിന്റെ എല്ലാവിധ അതിർവരമ്പുകളും അതിലംഘിച്ച് മുന്നോട്ടു പോകുന്ന ഗൗരവതരമായ ആഗോള മനുഷ്യാവകാശ പ്രശ്നമായി ഉയർന്നു വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗാസയിലെ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, ഇസ്രായേലിന്റെ നരഹത്യയുടെ രാഷ്ട്രീയത്തോട് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇത്തരം ഒരു വലിയ ദൌത്യത്തിന് നേതൃത്വം കൊടുക്കുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിൽ 3 ഇസ്രായേലി ചെറുപ്പക്കാരെ പലസ്തീനിലുള്ള ഒരു സംഘം ആളുകൾ പിടിച്ചുകൊണ്ടുപോയി കൊല ചെയ്തു എന്നുള്ള ഒരാരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് ഹമാസിനെതിരായിട്ടുള്ള ആക്രമണം എന്ന രീതിയിൽ ഓപ്പറേഷൻ എഡ്ജ് എന്ന പേരിൽ, പ്രൊട്ടക്റ്റീവ് എഡ്ജ് എന്ന പേരിൽ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്ന ഈ സൈനിക നടപടി അതിന്റെ എല്ലാവിധ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇന്ത്യ വിദേശ നയത്തിലെടുത്ത തീരുമാനത്തെ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ടി സിദ്ദീഖ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പി നൌഷീർ അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് ലിജു, ഫസൽ ഗഫൂർ, അഡ്വക്കേറ്റ് കെ ജയന്ത്, ധനീഷ് ലാൽ, സമീഷ്, CP സലീം, അഡ്വക്കേറ്റ് M രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ ആശുപത്രി നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ കൊണ്ടുവന്ന ലോറി പുനത്തിൽത്താഴം പുത്തൻവള്ളി വയലിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. 2 ലോറികളാണ് തടഞ്ഞത്. എടക്കാട് പുനത്തിൽത്താഴം പുത്തൻവള്ളി വയൽ പ്രദേശത്ത് സ്വകാര്യ ആശുപത്രി നിർമ്മിക്കാനായി കോറി വേസ്റ്റ് കൊണ്ടുവരാനുള്ള ശ്രമമാണ് വയൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. കോറി വേസ്റ്റുമായി എത്തിയ ലോറികൾ കസ്റ്റഡിയിലെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഇവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് ഒരു 8 ഏക്കറോളം വരുന്ന വയൽ പ്രദേശം ഒരു സ്വകാര്യ വ്യക്തി വിലക്കെടുത്തിട്ട് അധികാരികളുടെ മൗനാനുവാദത്തോടുകൂടി അനധികൃതമായി മണ്ണിട്ട് നികത്തിയിട്ട് അവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പണിയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ സംഘടിച്ചിട്ട് ഒരു 3 വർഷം മുമ്പ് അതിനെതിരെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മേയർ, MLA, MP, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് നിവേദനങ്ങൾ കൊടുത്തെങ്കിലും ആരും ഇക്കാര്യം മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ ഒരുപാട് നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതിനുള്ള പ്ലാൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ മെയ് 7-ാം തീയതിയാണ് പ്ലാൻ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം കലക്ടറേറ്റിൽ 2 ചർച്ച ഞങ്ങളായിട്ട് നടന്നു, 2ഉം പരാജയപ്പെട്ടു. പിന്നെ ഇവർ ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ പണി തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പൊ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മാസത്തോളായിട്ട് ഏതാണ്ട് 5 അടിയോളം ഉയരത്തിൽ കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ സ്ഥലത്ത് തീർക്കുകയാണ്. ഇത്രയും കോറി വേസ്റ്റ് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് ചുറ്റുപാടുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. വെള്ളപ്പൊക്കം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് ഇവിടുത്തെ അധികാരികൾ കൂട്ടുനിൽക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശമുണ്ട്, നിങ്ങളിത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് കേസെടുക്കും, അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ ഒരു വ്യവസായ പ്രമുഖന് വേണ്ടിയിട്ട് ഒരേ സ്വരത്തിൽ വാദിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി കോറി വേസ്റ്റുകൾ തട്ടാൻ അനുവദിക്കില്ലെന്ന് വയൽ സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു. നിലവിൽ കൊണ്ടിട്ട മണ്ണ് നീക്കം ചെയ്യണമെന്ന ആവശ്യവുമുണ്ട്. കോറി വേസ്റ്റ് തട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ട് തേടുമെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. എന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ചില പരാതികൾ കിട്ടിയിട്ടുണ്ട്. 2 ഒരു പുഷ്പലത മറ്റൊന്നൊരു സംഘടനയുടെ പരാതി കിട്ടിയിട്ടുണ്ട്. ആ പരാതിയിൽ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്റെ ഒരു മേൽപരിശോധനയും കൂടി കഴിഞ്ഞിട്ട് മേലോഫീസർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ അത് പരിഹരിക്കപ്പെട്ട് കിട്ടുന്ന രീതിയിലുള്ള റിപ്പോർട്ട് കൊടുക്കും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ റംസാൻ ഓണം ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 26-ന് കോഴിക്കോട് നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന റംസാൻ ഓണം മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ജൂലൈ 26-ന് നടക്കുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ ഖാദി തൊഴിലാളികളെ മുഴുവൻ ESI പരിരക്ഷയിൽ കൊണ്ടുവരുന്ന പദ്ധതി, ഖാദി മേഖലയിലെ ആധുനീകരണ പദ്ധതി, നവീകരിച്ച ഖാദി ഗ്രാമ സൌഭാഗ്യ ഷോറൂമിന്റെ ഉദ്ഘാടനം തുടങ്ങി നിരവധി പരിപാടികൾ നടക്കും. ഖാദി തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതികളെല്ലാം തുടങ്ങിയത് കേരളത്തിലാണ്. 1990-ൽ ഖാദി തൊഴിലാളികൾക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കി. അന്നു മുതലേ ഉള്ള തൊഴിലാളികളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ ഖാദി തൊഴിലാളികൾക്ക് ESIയുടെ ആനുകൂല്യം കൂടെ ലഭ്യമാക്കുക എന്നുള്ളത്. അത് ഈ വർഷം മുതൽ കേരളത്തിൽ നടപ്പാക്കുന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ പദ്ധതിയുടെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഈ ഖാദി മേഖല എന്നും ഒരു പരാധീനതകൾ പ്രകടിപ്പിക്കുന്ന ഒരു മേഖലയായതുകൊണ്ടും ഈ ഖാദി മേഖലയെ കാലത്തിനനുസരിച്ചിട്ട് അതിന്റെ ഒരു ആധുനികവൽക്കരണം വേണം എന്നുള്ള ഒരു ആവശ്യം ഈ മേഖലയിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും ഒരു ഉയർത്തിയൊരു വിഷയമായിരുന്നു. മന്ത്രി MK മുനീർ, CN ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ് ദിവസത്തിന്റെ 15ാം വാർഷികാഘോഷം സംഘടിപ്പിക്കും. ജൂലൈ 26-ന് ടാഗോർ ഹാളിൽ നടക്കുന്ന സെമിനാർ K മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കാർഗിൽ വിജയ ദിവസത്തിന്റെ 15ാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. K മുരളീധരൻ MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഡിഫൻസിന് നമ്മൾ വെച്ചിരുന്നത് കയറാൻ അറ്റാക്ക് ചെയ്യാൻ പ്രയാസമുള്ള സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. അവരെ ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്ത് മാറ്റാൻ നിവൃത്തിയില്ല. അന്നേരം അങ്ങനെ നമ്മൾ വളരെ വിജയകരമായിട്ട് പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്ത് അവരെ തുരത്തി ഇവിടുന്ന്. മാത്രമല്ല അവസാനം അവർക്ക് മനസ്സിലായി അവർ ബത്താലി പോലുള്ള സ്ഥലങ്ങൾ നമ്മൾ പിടിച്ച് ടൈഗർ ഹിൽ അങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഓക്യുപ്പൈ ചെയ്തപ്പോൾ
അപ്പുറത്തുള്ള സ്ഥലം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ജൂലൈ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ സെമിനാറും മാനാഞ്ചിറയ്ക്ക് ചുറ്റും 527 ധീരജവാന്മാരുടെ ഓർമ്മയ്ക്കായി വിജയദീപം തെളിയിക്കലും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MES സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 30 സംഗീത പരിപാടി സംഘടിപ്പിക്കും. സംഗീതാർച്ചന എന്ന പേരിൽ മുഹമ്മദ് റാഫിയുടെ 100 ഗാനങ്ങളാണ് പരിപാടിയിൽ ആലപിക്കുക. MES ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് റാഫി ദിനത്തോടനുബന്ധിച്ച് സംഗീത പരിപാടി സംഘടിപ്പിക്കുന്നത്. സംഗീതാർച്ചന എന്ന പരിപാടിയിൽ 100 റാഫി ഗാനങ്ങളാണ് അവതരിപ്പിക്കുക. റഫി എന്ന് പറയുമ്പോൾ കോഴിക്കോട് നഗരവുമായുള്ള ബന്ധം MES ആണ് റഫിയെ കോഴിക്കോട് നഗരത്തിലും എറണാകുളത്തുമൊക്കെ പണ്ട് ഞങ്ങളുടെ പൂർവ്വ നേതാക്കന്മാരുണ്ടായിരുന്ന ഡോക്ടർ ഗഫൂർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്ന കാലത്ത് കൊണ്ടുവരികയും ഈ മാനാഞ്ചേരിയിൽ വെച്ച് ഞാനൊക്കെ കേട്ട അനുഭവമാണ്. ആ പരിപാടി കാണാൻ വേണ്ടി പോയിട്ടില്ല. അങ്ങനെയുള്ള ആ കാലത്ത് ഇവിടെ മാനാഞ്ചിറ നിറഞ്ഞൊഴുകിയുള്ള വമ്പിച്ച പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരുന്നത് അക്കാലത്ത് MES ആണ്. എന്നതിന് ശേഷം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകൻ ഷഹീദ് റാഫിയെയും കോഴിക്കോട് നഗരത്തിൽ നമ്മൾ കൊണ്ടുവരികയും പരിപാടി സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. MES യൂത്ത് വിങ്ങുമൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ചരമദിനത്തിൽ റഫിയുടെ അനുസ്മരണ പരിപാടികൾ നമ്മൾ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഓരോ വർഷവും സംഘടിപ്പിക്കാറ്. മന്ത്രി MK മുനീർ, PJ ജോസഫ് തുടങ്ങി നിരവധി പ്രമുഖർ അതിഥി ഗായകരായി എത്തുമെന്നും ഗായകരെ ഉപഹാരം നൽകി ആദരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PM താജ് അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ PM താജ് അനുസ്മരണ സാംസ്കാരികോത്സവം ജൂലൈ 26 മുതൽ 28 വരെ നടക്കും. പരിപാടിയോടനുബന്ധിച്ച് വിവിധ നാടകങ്ങൾ അവതരിപ്പിക്കും. PM താജിന്റെ 24ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് PM താജ് അനുസ്മരണ സമിതിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ താജ് അനുസ്മരണ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുക. ജൂലൈ 26 മുതൽ 28 വരെ നടക്കുന്ന പരിപാടി സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 2 തെരുവ് നാടകങ്ങളാണ് മുഫീസുൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവതരിപ്പിക്കുന്നത്. 27-നാണ് ഉദ്ഘാടന സമ്മേളനം. ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമാ സംവിധായകൻ ലെനിൻ രാജേന്ദ്രനാണ്. അതിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ KN സ്വാതന്ത്ര്യാവിഷ്കാരം ജനാധിപത്യം എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നു. അന്ന് രാവിലെ മുതൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം നടക്കുന്നുണ്ട്. സംവിധായകനായിട്ടുള്ള KP സുനിൽ 10 സിനിമകൾ അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ സിനിമകളുടെ പേര് ബ്രോഷറിൽ ഉണ്ട്. പിന്നെ 2-ാം ദിവസം 3-ാമത്തെ ദിവസമായി വരുന്നത് പരിപാടിയോടനുബന്ധിച്ച് വിവിധ നാടകങ്ങൾ അവതരിപ്പിക്കും. കരിവള്ളൂർ മുരളി, പ്രൊഫസർ KP മോഹനൻ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗർഭഛിദ്രത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം യുവതി മരിക്കാനിടയായത് സർക്കാരിന്റെ അനാസ്ഥ കാരണമാണെന്ന് ഇന്ത്യൻ ഹോമിയോപതിക് മെഡിക്കൽ അസോസിയേഷൻ. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി വ്യാജ ഡോക്ടറാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗർഭഛിദ്രത്തെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ സർക്കാരിന്റെ അനാസ്ഥയാണ് കാരണമെന്ന് ഇന്ത്യൻ ഹോമിയോപതിക് മെഡിക്കൽ അസോസിയേഷൻ. സംഭവത്തിൽ അറസ്റ്റിലായത് ഹോമിയോപതിക് മെഡിക്കൽ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഇല്ലാത്ത വ്യാജ ഡോക്ടറാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ഞങ്ങളുടെ അന്വേഷണത്തിൽ ധാരാളം ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു വ്യക്തിയാണ് രാജു ലാസർ. അദ്ദേഹം ഒരു ഹോമിയോപ്പതി ഡോക്ടറല്ല, ഒരു വ്യാജ ഡോക്ടർ എന്ന് പോലും പറയാതെ ഹോമിയോപ്പതി ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പത്രമാധ്യമങ്ങളിലും, ഇത് ഞങ്ങൾ പത്രമാധ്യമങ്ങൾ അറിയിച്ചതിന് ശേഷവും മലയാള മനോരമയിലും കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഹോമിയോ ഡോക്ടർ റിമാൻഡിൽ എന്ന് പറഞ്ഞു കണ്ടു. ഇദ്ദേഹത്തിന് യാതൊരു അംഗീകൃത ക്വാളിഫിക്കേഷനോ ചികിത്സിക്കാനുള്ള അധികാരമില്ലാത്ത ഒരു വ്യാജ ഡോക്ടറെ ഹോമിയോപ്പതി ഡോക്ടറായി ചിത്രീകരിക്കുകയും അത് ഹോമിയോപ്പതി സമൂഹത്തിന് ഒന്നടങ്കം ഒരു കളങ്കം ചേർത്ത രീതിയിലുള്ള ഒരു പ്രസ്താവനയായി മാറുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയുകയാണ്, കേരളത്തിൽ ഏകദേശം 15 വിശിഷ്യ മലബാർ പ്രദേശത്ത് 15,000-നും 20,000-നും ഇടയ്ക്ക് വ്യാജ ഡോക്ടർമാരുണ്ട്. വ്യാജ ഡോക്ടർമാരും അംഗീകൃത ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കേരളത്തിലെ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഇതിൽ 90% പേരും ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നത് മോഡേൺ മെഡിസിൻ ഡ്രഗ് ഉപയോഗിച്ചാണ്. മലബാർ മേഖലയിൽ 15,000 മുതൽ 20,000 വരെ വ്യാജ ഡോക്ടർമാരുണ്ടെന്നും പ്രാക്ടീഷണേഴ്സ് നിയമം അടിയന്തരമായി നടപ്പിലാക്കി കേരളത്തിലെ വ്യാജ ചികിത്സകൾ അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. SKSSF കുറ്റ്യാടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നോമ്പുതുറയും അത്താഴ വിതരണവും നടത്തി. താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഭക്ഷണ വിതരണം നാദാപുരം MLA EK വിജയൻ ഉദ്ഘാടനം ചെയ്തു. SKSSF കുറ്റ്യാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നോമ്പുതുറയും അത്താഴ വിതരണവും നടത്തിയത്. താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഭക്ഷണ വിതരണം നാദാപുരം MLA EK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കഠിനമായ വ്രതാനുഷ്ഠാനത്തോടെ ജീവിക്കുന്ന മാസമാണ്.
ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മാനസിക നില ഉണ്ടാക്കുവാനും മനസ്സിനകത്തുള്ള എല്ലാവിധ മാനസിക പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കാനുള്ള കെൽപ്പും മനുഷ്യസ്നേഹപരമായ സമീപനത്തിലൂടെ ഏക സൗഹാർദ്ദപരമായ ഒരു സമീപനത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാനാണ് പരിശുദ്ധ റംസാൻ. UK ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. EA റഹ്മാൻ, TP റഫീഖ്, OK റിയാസ് മാസ്റ്റർ, ഷൌക്കത്ത് മാസ്റ്റർ, ഷൈജുൽ അഹമ്മദ്, കുഞ്ഞഹമ്മദ് ഫൈസി തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റ്യാടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റ്യാടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിലേക്ക് കടന്നുവന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെ ജനവിരുദ്ധ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നതിനെതിരായാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് 140 നിയോജക മണ്ഡലത്തിലും ഇത്തരം പ്രോഗ്രാമുകളുമായിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇത്തരം പ്രോഗ്രാമുമായിട്ട് നമ്മൾ മുന്നോട്ട് കടന്നു വന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീജയ് ശൂരത്ത് അധ്യക്ഷത വഹിച്ചു. KC അജ്മൽ, PP ആലിക്കുട്ടി, PP ദിനേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭൗതിക സാഹചര്യത്തിന്റെ കാര്യത്തിൽ ശോചനീയാവസ്ഥയിൽ. 39 ഡിവിഷനുകൾ വേണ്ട ഹൈസ്കൂൾ വിഭാഗത്തിൽ 27 ഡിവിഷനുകൾ മാത്രമാണുള്ളത്. ഒട്ടേറെ പ്രമുഖർ പഠിച്ചിറങ്ങിയ കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ ഇന്ന് ശോചനീയാവസ്ഥയിലാണ്. ഹൈസ്കൂൾ സെക്ഷനിൽ നിലവിലുള്ള കുട്ടികളുടെ എണ്ണമനുസരിച്ച് 39 ഡിവിഷനുകൾ വേണ്ട സ്ഥാനത്ത് 27 ഡിവിഷനുകൾ മാത്രമാണുള്ളത്. ഒരു ക്ലാസ്സിൽ 45 പകരം 60 മുതൽ 80 വരെ കുട്ടികൾ ഇരുന്നു പഠിക്കുന്നു. 27 ഡിവിഷനുകളിൽ തന്നെ 5 അധ്യാപക തസ്തികകൾ നികത്തപ്പെടാതെ കിടക്കുകയാണ്. പുതുതായി ഡിവിഷൻ അനുവദിച്ചാൽ 4 ക്ലാസ് റൂം നിർമ്മിച്ചു നൽകാമെന്ന് ജില്ലാ പഞ്ചായത്തും 50 ലക്ഷം രൂപ അനുവദിക്കാമെന്ന് സ്ഥലം MLAയും സമ്മതിച്ചിട്ടുണ്ട്. വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും MLA മുഖേന പരാതി നൽകി. എന്നാൽ കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. ഇതിനിടെയാണ് ദിവസവേതനക്കാരായ 5 അധ്യാപകരെ പിരിച്ചുവിടാൻ DDയിൽ നിന്ന് ഹെഡ്മാസ്റ്റർക്ക് നിർദ്ദേശം ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ PTA യോഗം ചേർന്ന് ദിവസവേതനക്കാരായ അധ്യാപകരെ നിലനിർത്താൻ തീരുമാനിച്ചു. മുഴുവൻ രക്ഷിതാക്കളെയും അണിനിരത്തി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് PTA. തണലിന്റെ ആഭിമുഖ്യത്തിൽ വട്ടോളി നാഷണൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ധനസമാഹരണം നടത്തി. സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് പണം സ്വരൂപിച്ചത്. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണലിന്റെ ആഭിമുഖ്യത്തിലാണ് വട്ടോളി നാഷണൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ധനസമാഹരണ പ്രവർത്തനം നടത്തിയത്. സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് കനത്ത മഴ പോലും വകവയ്ക്കാതെ കുറ്റ്യാടി ബസ് സ്റ്റാൻഡിലും പരിസരത്തും തൊട്ടിൽപ്പാലത്തും ധനസമാഹരണം നടത്തിയത്. വിദ്യാർത്ഥികൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കയറി ചെന്ന് വിദ്യാർത്ഥികൾ പണം സ്വരൂപിച്ചു. 50 പേരടങ്ങുന്ന NSS യൂണിറ്റിൽ 12 ഗ്രൂപ്പായി തിരിച്ചതിന് ശേഷം 1 മുതൽ 7 വരെയുള്ളത് തൊട്ടിൽപ്പാലം ഏരിയയിലും ബാക്കി ഞങ്ങളിവിടെ കുറ്റ്യാടി ഏരിയയിലുമാണ് കളക്ഷൻ നടത്തുന്നത്. ഇന്നെ ടാർഗറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടുന്നതിന് പരമാവധി കളക്ട് ചെയ്തുകൊണ്ട് ഈ പരിപാടി നന്നാക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ റംസാൻ ഓണം മെട്രോ പീപ്പിൾസ് ബസാർ പ്രവർത്തനം ആരംഭിച്ചു. മേയർ AK പ്രേമചന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓണം റംസാൻ മേളയ്ക്ക് തുടക്കമായി. കോർപ്പറേഷൻ മേയർ AK പ്രേമചന്ദ് മേള ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാന എന്ന നിലയിൽ ഏതൊരാഘോഷവേളയും അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിന്റെ ആഘോഷമായിട്ടല്ല നാം കാണുന്നത്. നേരെ മറിച്ച് മൊത്തം ജനങ്ങളുടെ ആഘോഷമായിട്ടാണ് നാം കാണുന്നതും അത് മനസ്സിൽ ഉൾക്കൊള്ളുന്നതും. അത് റംസാൻ ആയാലും ഓണമായാലും ക്രിസ്മസ് ആയാലും എല്ലാം ഇത് നമ്മളുടെ ആഘോഷമാണ് എന്ന രീതിയിലാണ് ജനങ്ങൾ ഉൾക്കൊള്ളുന്നതും. അതുകൊണ്ട് തന്നെ അന്യോന്യം സഹകരിച്ച് സന്തോഷിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചരിത്ര പാരമ്പര്യമാണ് നമുക്കുള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ മോഹവും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കാൻ ഉതകുന്ന രീതിയിൽ സർക്കാരുകൾ പ്രവർത്തിക്കുന്നു എന്നത് ഏറെ അഭിമാനകരവും ഏറെ സന്തോഷപ്രദവുമാണ്. P. കിഷൻചന്ദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ, KV സുബ്രഹ്മണ്യൻ, MV ബാബുരാജ്, MKM കുട്ടി, T. സുരേഷ്, PR സുനിൽ, K. ശ്രീരേഖ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പാൽ ഏജൻസികൾ വിൽപ്പന നടത്തുന്ന പാക്കറ്റുകളിൽ നിന്നും മഷിയിളകി ഉപഭോക്താക്കളുടെ കൈകളിലും വസ്ത്രങ്ങളിലും ആകുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് കർശന നിയമങ്ങൾ ഉണ്ടെങ്കിലും ഇത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല.
മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിൽപ്പന നടത്തുന്ന പാലിന്റെ പാക്കറ്റുകളിൽ നിന്നാണ് പ്രിന്റ് ചെയ്ത മഷി ഇളകി ഉപഭോക്താക്കൾക്ക് ഉപദ്രവമായി മാറുന്നത്. ഇത്തരം മഷി കൈകളിലും വസ്ത്രങ്ങളിലുമാകുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ കാരണമായേക്കാം. ശീതളപാനീയങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കവറുകൾ മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്ക് കൂടിയാണ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് കർശന നിയമം നിലനിൽക്കുമ്പോൾ ഇത് കാറ്റിൽ പറത്തുകയാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ ചെയ്യുന്നത്. റെയിൽവേയിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് മിൽമ ബൂത്തിൽ നിന്ന് 3 പാലുകൾ വാങ്ങി. എൻ്റെ കയ്യിൽ അവർ പാക്കറ്റില്ലാതെയാണ് പാല് തരിക. ആ പാല് കയ്യിൽ പിടിച്ച് ഞാൻ നടന്നു വരുമ്പോൾ എൻ്റെ കയ്യിലും എൻ്റെ ഷർട്ടിലും എൻ്റെ ദേഹത്തും മുണ്ടിലുമെല്ലാം മൊത്തം നീല കളറുകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത്. തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ചു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ പരിരക്ഷ അനുസരിച്ചു, ജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ വെല്ലുവിളിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഈ പാലുകളാണ് സാധാരണ രോഗികളായ കുട്ടികൾക്കും സാധാരണക്കാർക്കുമൊക്കെ വിതരണം ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അതിനെതിരെ ശക്തമായ നടപടി സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കോർപ്പറേഷൻ കൌൺസിലർ സത്യഭാമ മേയർ ചേംബറിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ആത്മഹത്യാ ശ്രമമെന്ന് മേയർ. കൌൺസിലർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മേയർ ഭവനിലേക്ക് മാർച്ച് നടത്തി. CPIMന്റെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ടാഗോർ ഹാളിൽ നടന്നു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.